Good afternoon. Good afternoon. PDF കാണാമോ? കാണാമോ? Page number 15. Okay, good afternoon to all. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ക്വാളിറ്റീസ് ഓഫ് എ പേഴ്സണൽ മാനേജർ അല്ലേ പറഞ്ഞത്? എല്ലാവരും പറഞ്ഞു. He should be of friendly, tactful and approachable nature. അതവരല്ലേ പറഞ്ഞത്? Point 8. Next വരുന്നത് he should have initiative and decision making ability. He should have initiative and decision making ability. അദ്ദേഹത്തിന്റെ മറ്റു ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താണ്?
ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി ക്വാളിറ്റി ഉണ്ട് അല്ലെ. ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ടോപ്പ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡിസിഷൻസ് ഒക്കെ തീരുമാനിക്കാനായിട്ടുള്ള ഒരു എബിലിറ്റീസ് അദ്ദേഹത്തിന് പ്രധാനമായിട്ടുണ്ട്. ഓക്കെ, then he should be able to generate trust among his colleagues. He should be able to generate trust among his colleagues. എന്താ പറയുന്നത്? colleagues ഉദ്ദേശിക്കുന്ന ആരെയാണ്? co-workers അല്ലേ. should be able to generate trust among his കൂടെ വർക്ക് ചെയ്യുന്നവരുമായിട്ട് എന്താണ് അവരിലൊരു ട്രസ്റ്റ് ഉടലെടുക്കാറുണ്ട് അല്ലെ. അവർക്ക് വിശ്വസനീയമായിട്ടുള്ള ഒരു രീതിയിലുള്ള സമീപനമായിരിക്കുള്ളൂ ഒരു പേഴ്സണൽ മാനേജർ എന്ന രീതിയിൽ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. ഓക്കെ, then he should be ready to cooperate with the subordinate in times of difficulty. He should be ready to cooperate with the subordinate in times of difficulty. Page number 14 അല്ലെങ്കിൽ 15. എന്റെ 15 ആണ് കിടക്കുന്നത്, നിങ്ങളെ നോക്കട്ടോ. ഒന്നുകൂടി പറയാം, he should have initiative and decision making ability. അദ്ദേഹത്തിന് എന്താണ് നല്ലൊരു ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി ഉള്ളൊരു പേഴ്സൺ ആയിരിക്കും. അതേപോലെ തന്നെ എന്താണ് തന്റെ കൂടെ വർക്ക് ചെയ്യുന്ന കോവർക്കേഴ്സുമായിട്ടുണ്ടെങ്കിൽ അവരുടെ ഇടയിൽ നല്ലൊരു ട്രസ്റ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കണം. ദെൻ പിന്നെ എന്താ പറയുന്നത്, he should be ready to cooperate with the subordinate in times of difficulty. ടൈംസ് ഓഫ് ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള വിഷമഘട്ടങ്ങൾ അല്ലെ എന്തെങ്കിലും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ എന്താണ് കീഴുദ്യോഗസ്ഥരുമായിട്ട് സഹകരിക്കാനായിട്ട് തയ്യാറാകുന്ന ഒരു പേഴ്സൺ ആയിരിക്കണം അല്ലെ. സബോർഡിനേറ്റ്സുമായിട്ട് കോപ്പറേറ്റ് ചെയ്യാൻ, അതായത് ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ അത്തരം സിറ്റുവേഷൻസിൽ എന്താണ് സബോർഡിനേറ്റുമായിട്ട് കോർഡിനേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരുന്നു. The last one, he should be prompt enough to give them the feedback in their handling of personal matters whenever necessary in the interest of functioning of the organization and establish the personal policies of the organization. ഇനി വരുന്ന എന്താണ് അടുത്ത പോയിന്റ് എന്താ? He should be prompt enough to give them feedback in their handling of personal matters. എന്താ പറയുന്നത്? എന്തിൽ ഇടപെടുന്ന കാര്യങ്ങളാണ് പറയുന്നത്, എന്തൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതാണ് അദ്ദേഹം പറയുന്നത് ഇവിടെ? Enough to give them feedback in their handling of personal matters whenever necessary in the interest of functioning of the organization and establish the personal policies of the organization. Page number 14. എന്താണ് ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത്? എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം ഹാൻഡിൽ ചെയ്യുന്നതാണ്? ഓർഗനൈസേഷന്റെ പറയൂ. ഓർഗനൈസേഷന്റെ പേഴ്സണൽ മാറ്റേഴ്സ് ലാഭിശാനുസരണം അതായത് ഓർഗനൈസേഷന്റെ പോളിസീസും അല്ലെങ്കിൽ മറ്റ് പ്രൊസീജിയേഴ്സുമായി ബന്ധപ്പെട്ട് വരുന്ന പേഴ്സണൽ കാര്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള ഫീഡ്ബാക്സുകളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ടും അദ്ദേഹം പ്രാപ്തനായിരിക്കും. ഓക്കെ, യെസ്. പേഴ്സണൽ മാറ്റേഴ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും വരുന്നത്? പേഴ്സണൽ മാറ്റേഴ്സ് ആരുമായി റിലേറ്റ് ചെയ്യുന്ന വരുന്ന കാര്യങ്ങളാണ് പേഴ്സണൽ മാറ്റേഴ്സിൽ വരുന്നത്? ആരുമായി റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് പേഴ്സണൽ മാറ്റേഴ്സിൽ വരുന്നത്? ഹ്യൂമൻ റിസോഴ്സസുമായി ബന്ധപ്പെട്ട് അല്ലെ, സ്റ്റാഫ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഫീഡ്ബാക്സ് കൊടുക്കുന്നതൊക്കെ സോൾവ് ചെയ്യുന്നതൊക്കെ അദ്ദേഹത്തിന്റെ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട മറ്റു ഡ്യൂട്ടീസിൽ വരുന്നതാണ്. ഓക്കെ, നമ്മളിപ്പോ പറഞ്ഞത് എന്താണ്? ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ക്വാളിറ്റീസ് ഓഫ് ദ പേഴ്സണൽ അല്ലേ, പേഴ്സണൽ മാറ്റേഴ്സ് ആണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പ്രത്യേക കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളിലും അദ്ദേഹം എന്താണ്
അത് കൃത്യമായ രീതിയിൽ ഹാൻഡിൽ ചെയ്ത് ഓർഗനൈസേഷനുമായി കണക്ട് ചെയ്തുകൊണ്ട് എന്താണ് അതുമായി ബന്ധപ്പെട്ട് കൂടി ഒന്ന് ഹാൻഡിൽ ചെയ്തിട്ടായിരിക്കുള്ളൂ പേഴ്സണൽ പോളിസീസ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പേഴ്സണൽ പോളിസീസിൽ അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, ഹ്യൂമൻ റിസോഴ്സസുമായി ബന്ധപ്പെട്ടതല്ല, അദ്ദേഹത്തിന്റെ പേഴ്സണൽ മാറ്റേഴ്സുമായി ബന്ധപ്പെട്ട കാര്യം. ഓക്കെ, മനസ്സിലായോ? ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ഏതാണെന്ന് ടിക്ക് ചെയ്ത് തന്നിരുന്നോ കഴിഞ്ഞ ക്ലാസ്സില്? തന്നിട്ടുണ്ടായില്ല. ഓക്കെ, ഇതിലെ സെക്കൻഡ് പോയിന്റ് ടിക്ക് ചെയ്യാം കേട്ടോ. സെക്കൻഡ് പോയിന്റ്, തേർഡ് പോയിന്റ്, ഫിഫ്ത് പോയിന്റ്, സിക്സ്ത് പോയിന്റ്, പോയിന്റ്, then ninth point, he should have initiative and decision making ability. Okay, അത്തരം പോയിന്റുകൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. സെക്കൻഡ് പോയിന്റ്, തേർഡ് പോയിന്റ്, ഫിഫ്ത്ത്, സിക്സ്തും, ഫിഫ്ത് പോയിന്റും സിക്സ്ത് പോയിന്റും, then ninth point, he should have initiative and decision making ability. 2, 3, 5, 6, 7, 6, 9. 2, 3, 5, 6, 9. അത്രയും ബൈഹാർട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. നെക്സ്റ്റ് വരുന്നത് റോൾ ഓഫ് എ പേഴ്സണൽ മാനേജർ. നമ്മളിപ്പോ പഠിച്ചത് ക്വാളിറ്റീസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പഠിച്ചത് അല്ലെ. ഇനി അദ്ദേഹത്തിന്റെ റോളുകൾ എന്തൊക്കെയാണെന്നാണ് ഇവിടെ നോക്കുന്നത്. പ്രധാനമായിട്ടും 4 റോൾസ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട്. പേഴ്സണൽ റോൾ ഉണ്ട്, വെൽഫെയർ റോൾ ഉണ്ട്, ക്ലറിക്കൽ റോൾ ഉണ്ട്, ഫയർ ഫൈറ്റിംഗ് ആണ്, ലീഗൽ റോൾ ഉണ്ട്. ഓരോ റോൾസ് ഇതിന് താഴേക്കാണ് നോക്കുന്നത് കേട്ടോ. ABC എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തിന്റെ പേഴ്സണൽ റോൾ നോക്കാം. advising management on effective use of human resources. അദ്ദേഹത്തിന്റെ പേഴ്സണൽ റോളിൽ വരുന്ന എന്താണ്? അതൊക്കെ ഒരു അഡ്വൈസറി മാനേജ്മെന്റ് ബോഡിയാണ് അല്ലെ. പ്രത്യേകിച്ച് ഹ്യൂമൻ റിസോഴ്സസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഒരു അഡ്വൈസ് മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ റോളിൽ വരുന്നതാണ്. പിന്നെ മാൻ പവർ പ്ലാനിങ്, റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ എക്സെട്ര. ഹ്യൂമൻ റിസോഴ്സസുമായി ബന്ധപ്പെട്ട മാൻ പവർ പ്ലാൻ ചെയ്യുന്നതും റിക്രൂട്ട് ചെയ്യുന്നതും സെലക്ട് ചെയ്യുന്നതൊക്കെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ റോളിൽ വരുന്നതാണ്. മാൻ പവർ പ്ലാനിങ്, റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ എക്സെട്ര. Then training and development of linemen. Training and development of linemen. Linemen എന്ന് പറയുന്ന ആരെയാണ്? ലൈൻമെൻ എല്ലാ എംപ്ലോയീസിനും, എല്ലാ ലൈനിലുള്ള എംപ്ലോയീസിനും കൃത്യമായിട്ടുള്ള ട്രെയിനിങ്ങും കൊടുക്കുന്നത് പേഴ്സണൽ മാനേജറുടെ പേഴ്സണൽ റോൾസിൽ വരുന്നതാണ് കേട്ടോ. എന്തൊക്കെ വരുന്നുണ്ട്? അഡ്വൈസറി മാനേജ്മെന്റ് ഉണ്ട്, അതേപോലെ തന്നെ എന്താണ് മാൻ പവർ പ്ലാനിങ്, റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ലൈൻമെൻ. എല്ലാ ലെവലിലുള്ള സ്റ്റാഫുകൾക്കും കൃത്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്നത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ റോളിൽ വരുന്നതാണ്. Then measurement of assessment of individual and group behavior. Measurement of assessment of individual and group behavior. എന്താണ്? ഇൻഡിവിജ്വൽ ബിഹേവിയറും ഗ്രൂപ്പ് ബിഹേവിയറും മെഷർ ചെയ്യുന്നതും അസസ് ചെയ്യുന്നതും അദ്ദേഹത്തിന്റെ പേഴ്സണൽ റോളാണ്. ഓക്കെ, ഇൻഡിവിജ്വൽ ബിഹേവിയറുകളും അല്ലെങ്കിൽ ഗ്രൂപ്പ് ബിഹേവിയർ ഒക്കെ മെഷർ ചെയ്ത് അസസ് ചെയ്യുന്നതും അദ്ദേഹത്തിന്റെ പേഴ്സണൽ റോളിൽ വരുന്നതാണ്. ഓക്കെ, മനസ്സിലായോ പേഴ്സണൽ റോളിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നതെന്ന്? ഈ താഴേക്ക് പഠിച്ചാൽ മതി കേട്ടോ. Then welfare role എന്തൊക്കെയാണ്? Research in personal and organizational problems. Research in personal and organizational problems. Welfare role വരുന്നത് എന്താണ്? Research in personal and organizational problem.
അതായത് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രോബ്ലംസും അല്ലെങ്കിൽ റിസർച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വെൽഫെയർ റോളിൽ ഉൾപ്പെടുന്നതാണ്. Managing service, canteens and premises, etc. Managing service, canteens, premises and etc. Crushes എന്താണെന്ന് അറിയാമോ? Crushes അല്ല, crushes ആണ് കേട്ടോ. Crushes എന്താണ്? Crushes പേഴ്സണൽ എന്നാണോ ടെക്സ്റ്റിൽ കിടക്കുന്നത് നിങ്ങളുടെ? പേഴ്സണൽ റോളാണ് കേട്ടോ, പേഴ്സണൽ റോളാണ്. ക്രഷസ്, ക്യാൻഡീസ് ആൻഡ് ക്രഷസ് എന്ന് പറയുന്നത് എന്താണ്? ക്രാഷ്. ഒരു മിനിറ്റ്. നിങ്ങൾ പറഞ്ഞത് ടെക്സ്റ്റില് പേഴ്സണൽ എന്നാണ് കിടക്കുന്നത് എന്നല്ലേ പറഞ്ഞേ? പേഴ്സണൽ തന്നെയല്ലേ കിടക്കുന്നത്? പേഴ്സണൽ റോൾ തന്നെയല്ലേ? സ്പെല്ലിംഗിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? പേഴ്സണൽ എന്താണ്? ഓക്കെ. പിന്നെ എന്താ ചോദിച്ചത്? മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞ എന്താണ്? നമ്മൾ തൊഴിൽപരമായിട്ടുള്ള റോൾസുകളാണത്, സ്റ്റാഫുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് കേട്ടോ. അങ്ങനെ തന്നെയല്ലേ കിടക്കുന്നേ? PERSONNEL. ഇത് അവരുടെ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങള് പേഴ്സണൽ മാനേജർ കൈകാര്യം ചെയ്യുന്നത്. ഇത് വെൽഫെയർ, അവരുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്. ക്ലറിക്കലായിട്ടുള്ള ബന്ധപ്പെട്ടത്, അവരുടെ പരാതികളുമായി ബന്ധപ്പെട്ടത്, അങ്ങനെയാണ്. ആ സ്റ്റാഫുകൾ തന്നെ അതാ പറഞ്ഞേ. അതാണ് തൊഴിൽപരം. പേഴ്സണൽ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ സ്റ്റാഫുകളെയാണ്. ഓക്കെ. വെൽഫെയർ റോൾ എന്ന് പറയുമ്പോൾ എന്താണ്? വെൽഫെയർ എന്താണ്? തൊഴിലാളികളുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ റോൾസ് ആണ് കൈകാര്യം ചെയ്യുന്നത് അല്ലെ? എന്തൊക്കെയാണ്? റിസർച്ചും പേഴ്സണൽ ആൻഡ് ഓർഗനൈസേഷൻ പ്രോബ്ലം. സ്റ്റാഫുകളുടെയും അല്ലെങ്കിൽ ഓർഗനൈസേഷൻ പ്രോബ്ലമുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് കൃത്യമായിട്ട് റിസർച്ച് ചെയ്തതുമായി ബന്ധപ്പെട്ട പരിഹാരങ്ങൾ കാണും. ഓക്കെ. ഇതൊക്കെ എന്താണ്? അവരുടെ വെൽഫെയർ റോൾസിൽ വരുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താണ്? മാനേജിങ് സർവീസസ്, ക്യാൻറ്റീൻസ്, ക്രഷസ് ആൻഡ് എക്സെട്ര. ഇനി മറ്റു സർവീസിൽ ഓർഗനൈസേഷൻ കൂടാതെയുള്ള മറ്റു സർവീസസ് കാണുന്ന ക്യാൻറ്റീൻസ്, ക്രഷസ് എന്ന് പറയുന്നത് എന്താണ്? അവരുടെ ഇപ്പൊ വർക്കിംഗ് വുമൻസിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുട്ടികൾ, വർക്ക് ചെയ്യുന്ന ആൾക്കാരെ, കുട്ടികളൊക്കെ നമ്മളിപ്പോ ഒരു ഡേ കെയർ സെന്റേഴ്സ് ഒക്കെ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കും. അതായത് ഇപ്പൊ നമ്മൾ ഏത് കമ്പനിയിലാണോ വർക്ക് ചെയ്യുന്നത് ആ കമ്പനിയുടെ കൂടെ തന്നെ എന്താണ് ഇപ്പൊ അവരുടെ കുട്ടികളെ നോക്കുന്ന സംവിധാനങ്ങൾ കൂടിയുള്ള ഇപ്പൊ നമ്മുടെ ഡേ കെയർ സെന്റേഴ്സ് ഒക്കെ ഇല്ലേ, അതേപോലെ തന്നെ എന്താണ് ആ കമ്പനിയുമായി ബന്ധപ്പെട്ട് എന്താണ് അവരെ കുട്ടികളെ കെയർ ചെയ്തതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക സെന്റേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ. അതും ഏത് റോളിൽ വരുന്നതാണ്? അവരുടെ വെൽഫെയർ റോളിൽ ഉൾപ്പെടുന്നതാണ്. മനസ്സിലായോ? പിന്നെ ഗ്രൂപ്പ് ഡൈനാമിക്സ്, ഗ്രൂപ്പ് കൗൺസിലിംഗ്, മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ എക്സെട്ര. ഇനി
എന്താണ് ഗ്രൂപ്പ് ഡൈനാമിക്സിൽ, അതായത് ഒരു ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പ്സ് വരുന്നത്, അതായത് ഹ്യൂമൻ റിസോഴ്സസിന് തന്നെ എന്താണ് നമുക്ക് കൃത്യമായ രീതിയിൽ അവർക്ക് ഗൈഡൻസ് കൊടുക്കുന്ന രീതിയിലുള്ള എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അവർക്ക് മോട്ടിവേഷൻസ് ഒക്കെ, ഗ്രൂപ്പ് കൗൺസിലിംഗ് അല്ലെങ്കിൽ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യാനായിട്ട്, കമ്മ്യൂണിക്കേഷൻ ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യുന്ന തരത്തിലുള്ള എല്ലാത്തരം പ്രോഗ്രാംസുകളും അറേഞ്ച് ചെയ്യുന്നതും ഏതിൽ വരുന്നതാണ്, വെൽഫെയർ റോളിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, യെസ്. ഇനി ക്ലറിക്കൽ റോൾ എന്തൊക്കെ വരുന്നുണ്ട്? ക്ലറിക്കൽ റോളില് ടൈം കീപ്പിംഗ് അല്ലെ, കൃത്യമായിട്ടുള്ളൊരു ടൈം കീപ്പ് ചെയ്തുകൊണ്ടുള്ള, അതായത് കൃത്യ ടൈമിനകത്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അവരെ പ്രാപ്തരാക്കുന്നതിന്. സാലറി ആൻഡ് വേജസ് അഡ്മിനിസ്ട്രേഷൻ ഇൻസെന്റീവ്സ്. സാലറി ആൻഡ് വേജസ് അഡ്മിനിസ്ട്രേഷൻ ഇൻസെന്റീവ്സ് എന്ന് പറയുന്നത് എന്താ? തൊഴിലാളികളുടെ സാലറീസും മറ്റ് ഇൻസെന്റീവ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ക്ലറിക്കൽ റോൾസിലാണ് ഉൾപ്പെടുന്നത്. മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ് അല്ലെ, പേഴ്സണൽസുമായി ബന്ധപ്പെട്ട് വരുന്ന ഓർഗനൈസേഷന് കംപ്ലീറ്റ് റെക്കോർഡ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതും എന്തിൽ വരുന്നതാണ്? ക്ലറിക്കൽ റോൾസിൽ വരുന്നതാണ്. Then human engineering man machine relationship. Human engineering man machine relationship എന്ന് പറയുന്നത് എന്താണ്? Human engineering man machine relationships. എന്താണ് വരുന്നത്? എന്ത് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് പറയുന്നത്? അല്ലെങ്കിൽ എന്താണ് പറയുന്നത്? മനുഷ്യനും അല്ലെങ്കിൽ യന്ത്രങ്ങളും തമ്മിലുള്ള റിലേഷൻഷിപ്സ്. ഓക്കെ, അതുവരെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും ക്ലറിക്കൽ റോൾസിൽ വരുന്നതാണ് കേട്ടോ. മനുഷ്യ എഞ്ചിനീയറിംഗ് ആണ് മനുഷ്യന്റെ യന്ത്ര പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഹ്യൂമൻസും മെഷീൻസും തമ്മിലുള്ള റിലേഷൻഷിപ്സ് കൈകാര്യം ചെയ്യുന്നതും ക്ലറിക്കൽ റോൾസിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. ഫയർ ഫൈറ്റിംഗ് ആൻഡ് ലീഗൽ റോൾസ്. ഫയർ ഫൈറ്റിംഗ് ലീഗൽ റോൾസിൽ എന്തൊക്കെ വരുന്നുണ്ട്? ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് അല്ലെ, വർക്കേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പരാതികളും കൈകാര്യം ചെയ്യുന്നു. ദെൻ സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട്സ്, എന്തെങ്കിലും തരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ പരിഹാരം കാണുന്നു. ദെൻ ഹാൻഡ്ലിംഗ് ഡിസിപ്ലിനറി ആക്ഷൻസ്. ഹാൻഡ്ലിംഗ് ഡിസിപ്ലിനറി ആക്ഷൻസ് എന്താണ്? അച്ചടക്ക പരിപാലനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ഷൻസുകൾ ക്രമീകരിക്കുന്നു. പിന്നെന്താണ്? കളക്റ്റീവ് ബാർഗെയിനിങ്. എന്താണ്? സാലറി അല്ലെങ്കിൽ വേജസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു, അല്ലെങ്കിൽ എന്താണ് സാലറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂട്ടായിട്ടുള്ള വിലപേശലൊക്കെ എന്തിൽ വരുന്നതാണ്? ഫയർ ഫൈറ്റിംഗ് ലീഗൽ റോൾസിലാണ് ഉൾപ്പെടുന്നത്. ഓക്കെ, നമുക്ക് ഒന്നുകൂടി നോക്കാം. റോൾസ് ഓഫ് എ പേഴ്സണൽ മാനേജറില് പേഴ്സണൽ റോൾസ് എന്തൊക്കെയാണ്? തൊഴിൽപരമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്? അഡ്വൈസറി മാനേജ്മെന്റ് ആൻഡ് ഇഫക്റ്റീവ് യൂസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. പിന്നെന്താണ്? മാൻ പവറുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാത്തരം പ്ലാനിങ്ങും റിക്രൂട്ട്മെന്റും സെലക്ഷൻസ് ഒക്കെ ഇതിലാണ് വരുന്നത്. അതുപോലെ തന്നെ എന്താണ്? എല്ലാ സ്റ്റാഫുകൾക്കും ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രൊസീജിയേഴ്സ്, എല്ലാ ലൈനിലുള്ള എല്ലാ എംപ്ലോയീസിനും കൃത്യമായ രീതിയിൽ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ ഇൻഡിവിജ്വലും ഗ്രൂപ്പ് ബിഹേവിയറും കൃത്യമായിട്ട് മെഷർ ചെയ്യുകയും അത് അസസ്മെന്റും ചെയ്യുകയും പേഴ്സണൽ റോൾസിൽ വരുന്നതാണ്. ഇനി വെൽഫെയർ റോൾസിൽ എന്തൊക്കെ വരുന്നുണ്ട്? ഓർഗനൈസേഷൻ പ്രോബ്ലംസ്, പേഴ്സണലുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസുകളെല്ലാം റിസർച്ച് ചെയ്തിട്ട് അതുമായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ കാണുന്നത് വെൽഫെയർ റോൾസിലാണ്. പിന്നെ മറ്റ് സർവീസസ്, ഓർഗനൈസേഷനുള്ള മറ്റ് സർവീസസിലൊക്കെ മാനേജ് ചെയ്യുന്നു. ക്യാൻറ്റീൻസ്, ക്രെഡിറ്റ്സ് പോലുള്ള മറ്റ് സർവീസുകളൊക്കെ മാനേജ് ചെയ്യുന്നു. ഗ്രൂപ്പ് ഡൈനാമിക്സ് അല്ലെങ്കിൽ ഗ്രൂപ്പ് കൗൺസിലിംഗ്, മോട്ടിവേഷൻ, ലീഡർഷിപ്പ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എക്സെട്ര ഇതെല്ലാം മാനേജ് ചെയ്യുന്നത് വെൽഫെയർ റോളിൽ ഉൾപ്പെടുന്നതാണ്. ക്ലറിക്കൽ റോൾസിൽ എന്തൊക്കെയാണ് വരുന്നത്? timekeeping, salary, wages and administration incentives, maintenance of records and human engineering and man-machine relationships ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ക്ലറിക്കൽ റോൾസിലാണ്. ഇനി പരാതികളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ലീഗൽ റോൾസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഗ്രീവൻസ് ഹാൻഡ്ലിംഗ്, സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട്സുകൾ, ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസിപ്ലിനറി ആക്ഷൻസ് ആൻഡ് കളക്റ്റീവ് ബാർഗെയിനിങ്. ഓക്കെ, ഇത് വായിച്ചു നോക്കാമോ?
എന്തെങ്കിലും സംശയമുണ്ടോ? ക്ലിയർ ആണോ ഈ ബോക്സ്? ട്രെയിനിങ് ആൻഡ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ലൈൻമെൻ എന്ന് പറയുന്നത് എന്താണ്? ലൈൻമെൻ എന്ന് പറയുന്നത് നമ്മുടെ എംപ്ലോയീസിനാണ്. അതായത് എല്ലാ ലൈനിലുള്ള എംപ്ലോയീസിനും കൃത്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്നത് കേട്ടോ. അതാണ് ലൈൻമെൻ ഉദ്ദേശിക്കുന്നത്. ഡെവലപ്മെന്റ് ഓഫ് ലൈൻമെൻ എന്ന് പറയുന്നത് നമ്മുടെ എംപ്ലോയീസ് ആണ് കേട്ടോ. ക്ലിയർ ആണോ? ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത് എന്താണ്? പരാതികൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്, വർക്കേഴ്സുമായി ബന്ധപ്പെട്ടോ സാലറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതാണ് ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത് കേട്ടോ. സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നതിൽ തർക്കങ്ങൾ. ക്രഷസ് എന്ന് പറയുന്നത് എന്താണ് ഞാൻ പറഞ്ഞത്? ഇപ്പൊ ഓർഗനൈസേഷൻ ഓരോ കമ്പനീസിലൊക്കെ ഇപ്പൊ അവരുടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ കുട്ടികളേക്ക്, ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ നമ്മുടെ ഡേ കെയർ സെന്റേഴ്സ് പോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട്, അതായത് അവിടുത്തെ എംപ്ലോയീസിന്റെ കുട്ടികളെ മാത്രം നോക്കുന്നതിനുള്ള ചില സ്ഥാപനങ്ങൾ അങ്ങനത്തെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് ക്രഷസ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഡേ കെയർ അതേ ഫെസിലിറ്റീസ് തന്നെയാണ് അവിടെയും കൊടുക്കുന്നത്, പക്ഷെ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ കുട്ടികളെ മാത്രം. ഓക്കെ. മനസ്സിലായോ നിങ്ങൾക്ക്? Major personnel management process in an organization. മേജർ പേഴ്സണൽ മാനേജ്മെന്റ് പ്രോസസ് ഇൻ ആൻ ഓർഗനൈസേഷൻ നോക്കാം കേട്ടോ. അപ്പൊ എന്തൊക്കെ പേഴ്സണൽ മാനേജ്മെന്റ് പ്രോസസ് ആണ് പ്രധാനമായിട്ട് ഒരു ഓർഗനൈസേഷനിൽ നടക്കുന്നത്? ഫസ്റ്റ് വൺ എന്താണ് വരുന്നത്? ലീഡർഷിപ്പ് പ്രോസസ്, ജസ്റ്റിസ് ഡിസ്ക്രിമിനേഷൻ പ്രോസസ്, ടാസ്ക് സ്പെഷ്യലൈസേഷൻ പ്രോസസ്, സ്റ്റാഫിംഗ് പ്രോസസ്, പെർഫോമൻസ് അപ്രീഷിയേഷൻ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോസസ്, കോമ്പൻസേഷൻ ആൻഡ് റിവാർഡ് പ്രോസസ്, കളക്റ്റീവ് ബാർഗൈനിങ് പ്രോസസ്. പേഴ്സണൽ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന എന്തൊക്കെ പ്രോസസ് ആണെന്നാണ് നമ്മൾ നോക്കുന്നത് മേജർ ആയിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ വരുന്നത് എന്താണ്? ലീഡർഷിപ്പ് പ്രോസസ്. നിങ്ങളതൊന്ന് അണ്ടർലൈൻ ചെയ്തേ. ലീഡർഷിപ്പ് പ്രോസസ്. Leadership process involved in influence the individual and group behavior towards the achievement of an organizational goals. എന്താണ് ലീഡർഷിപ്പ് പ്രോസസ് എന്ന് പറയുന്നത്? ലീഡർഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്? ലീഡർഷിപ്പ് എന്താണ് പറയുന്നത്? ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? It involves in influencing the individual and group behavior towards the achievement of the organization goals. എന്താണ് പറയുന്നത്? ഒരു സംഘടനയുടെ ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ നമ്മൾ കൈവരിക്കുന്നതിനായിട്ട് വ്യക്തിയുടെയും ഗ്രൂപ്പിന്റെയും പെരുമാറ്റങ്ങളെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്താ ലീഡർഷിപ്പ് പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. ഓക്കെ. അപ്പൊ എന്താണ് ഇവിടെ ലീഡർഷിപ്പ് പ്രോസസ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഇൻഡിവിജ്വൽസിനെയും ഗ്രൂപ്പ് ബിഹേവിയറെ നമുക്ക് സ്വാധീനിക്കണം. അപ്പൊ എന്ത് കൊടുക്കും അവർക്ക്? ഓരോരുത്തർക്കും എന്താണ് ഗ്രൂപ്പ് വൈസ് ആയിട്ട് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിനെ കെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഈ നേതൃത്വം കൊടുക്കണം അല്ലെ. അതായത് ഒരാളുടെ കീഴിൽ ഇപ്പൊ ഒരു 10 പേര് അല്ലെങ്കിൽ 5 പേരൊക്കെ വെച്ച് എന്താണ് നമ്മൾ അവരെ തന്നെ കുറച്ചുകൂടി ഇനീഷ്യേറ്റീവ് എടുത്ത് അവരുടെ ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർക്ക് അത്ര ലീഡർഷിപ്പ് പ്രോസസ്സുകൾ കൊടുക്കുന്നത്. ഓക്കെ. അതിന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഗ്രൂപ്പായിട്ടും ഇൻഡിവിജ്വൽസ് ആയിട്ടും അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിൽ ലീഡർഷിപ്പ് കൊടുക്കുന്നത്. ഓക്കെ. അല്ലെങ്കിൽ നേതൃത്വ സ്ഥാനം കൊടുക്കുന്നത്. മനസ്സിലായോ? അതിന്റെ ഫസ്റ്റ് പ്രോസസ് ആണ് പേഴ്സണൽ മാനേജ്മെന്റ്. ഫസ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത് അവിടെ വർക്ക് ചെയ്യുന്ന ഇൻഡിവിജ്വൽസിനാണെങ്കിലും ഗ്രൂപ്പ് വൈസ് ആണെങ്കിലും എന്താണ് അവർക്ക് നല്ല രീതിയിലുള്ള ഒരു നേതൃത്വ സ്ഥാനം കൊടുത്തുകൊണ്ട് ഓർഗനൈസേഷന്റെ ഗോൾസിലേക്ക് അച്ചീവ് ചെയ്യാനായിട്ട് അവരെ പ്രാപ്തരാക്കുക. ഓക്കെ. മനസ്സിലായോ?
Next one, justice discrimination process. Equal treatment to all and fair compensation of for the work. Task. Okay, justice discrimination process എന്ന് പറയുന്നത് equal treatment all and a fair compensation for of the work. അതായത് ഒരു ഡിസ്ക്രിമിനേഷൻസ് കൂടാതെ തന്നെ അവിടെ വർക്ക് ചെയ്യുന്നവർക്ക് ഈക്വൽ ആയിട്ടുള്ള രീതിയിൽ കോമ്പൻസേഷൻസ്, അതായത് അവരുടെ വർക്കിനനുസരിച്ച് തുല്യ രീതിയിൽ അവരെ പരിഗണിച്ചുകൊണ്ട് എന്താണ് ഈക്വൽ ആയിട്ട് അവർക്ക് വേണ്ട ആ ഒരു നീതി ഉറപ്പുവരുത്തുന്ന രീതിയിലായിരിക്കണം അവിടുത്തെ വർക്ക്സുകൾ പോകേണ്ടത്. ഓക്കെ, അതായത് വേജസിലാണെങ്കിലും വർക്ക്സിന്റെ ടാസ്കിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ എന്താണ് ഈക്വൽ ആയിട്ടുള്ള രീതിയിലായിരിക്കണം ഓരോരുത്തർക്കും അല്ലെങ്കിൽ ജോബ്സുകൾ വീതിച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, അവിടെ യാതൊരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻസ് കാണിക്കാൻ പാടുള്ളത്. ഓക്കെ, പേഴ്സണൽ പോളിസിയുടെ പേഴ്സണൽ മാനേജ്മെന്റിന്റെ മറ്റൊരു പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്? ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ പ്രോസസ് ആണ്. ഓക്കെ, അതായത് ഈക്വൽ ട്രീറ്റ്മെന്റ് ടു ഓൾ ആൻഡ് ഫെയർ കോമ്പൻസേഷൻ ഫോർ ദ വർക്ക്. അടുത്ത പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്? ടാസ്ക് സ്പെഷ്യലൈസേഷൻ പ്രോസസ് ആണ്. കൺസിസ്റ്റന്റ് ഡിവിഷൻ ഓഫ് ദ ടോട്ടൽ ടാസ്ക് ഇൻടു ഇൻഡിവിജ്വൽ ജോബ്സ്. നെക്സ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത് ടാസ്ക് സ്പെഷ്യലൈസേഷൻ പ്രോസസ് ആണ്. കൺസിസ്റ്റന്റ് ഡിവിഷൻ ഓഫ് ദ ടോട്ടൽ ടാസ്ക് ഇൻടു ഇൻഡിവിജ്വൽ ജോബ്സ്. എന്താ പറയുന്നത്? ടാസ്ക് സ്പെഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് മൊത്തം ടാസ്കുകൾ നമ്മൾ എന്താക്കി കൊടുക്കുന്നു? വ്യക്തിഗത ജോലികളായിട്ട് വിഭജിക്കുന്നു അല്ലെ? അതായത് ടോട്ടൽ, അതാണ് സ്പെസിഫൈ ചെയ്യാന്ന് പറയുന്നത്. സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? അതായത് കൺസിസ്റ്റന്റ് ഡിവിഷൻ ഓഫ് ദ ടോട്ടൽ ടാസ്ക് ഇൻടു ഇൻഡിവിജ്വൽ ജോബ്സ്. അതായത് നമ്മുടെ മൊത്തം ടാസ്കിനെ നമ്മൾ എന്താണ് വ്യക്തിഗത ടാസ്കുകളായിട്ട് വിഭജിച്ചു കൊടുക്കുന്നതിനെയാണ് നമ്മൾ ടാസ്ക് സ്പെഷ്യലൈസേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മേജർ പേഴ്സണൽ പോളിസിയുടെ മാനേജ്മെന്റ് പ്രോസസ്സിൽ മൂന്നാമത്തേതാണ് എന്താ? ടാസ്ക് സ്പെഷ്യലൈസേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. നമ്മുടെ മൊത്തം ടാസ്കുകൾ ഓരോരുത്തർക്കും ടാസ്കുകൾ എന്താണ് ഇൻഡിവിജ്വലൈസ് ചെയ്ത് വിഭജിച്ചു കൊടുക്കുക. Then staffing process. Staffing process എന്താണ്? It involves manpower planning, developing source of recruitment, assessment of applicants, employment decision, induction and orientation, transfers, promotion and demotions. Staffing പ്രക്രിയ, staffing process എങ്ങനെയാണ് നടക്കുന്നത്? It's involved manpower planning-മായി ബന്ധപ്പെട്ടാണ് അല്ലെ? എന്തൊക്കെ കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്? കൃത്യമായ രീതിയിൽ ഒരു റിക്രൂട്ട്മെന്റ് സെലക്ഷൻ അല്ലെ, അല്ലെങ്കിൽ ഏതൊക്കെ സോഴ്സസിൽ നിന്നാണ് നമ്മൾ മാൻ പവറിനെ റിക്രൂട്ട് ചെയ്യുന്നത്, അവരെങ്ങനെയാണ് അസസ് ചെയ്യുന്നത്, അവരുടെ എത്രത്തോളം ആപ്ലിക്കൻസിന് നമ്മൾ കൃത്യമായിട്ട് അസസ് ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് എംപ്ലോയ്മെന്റ് ഡിസിഷൻ എടുക്കേണ്ടത്, എങ്ങനെയാണ് ഇൻഡക്ഷൻ ആൻഡ് ഓറിയന്റേഷൻ ക്ലാസ്സുകൾ അല്ലെങ്കിൽ ഓറിയന്റേഷൻ പ്രോഗ്രാംസ് കൊടുക്കേണ്ടത്, ഇനി എത്ര പേരെ നമ്മൾ മറ്റ് കമ്പനീസിലൊക്കെ ട്രാൻസ്ഫർ ചെയ്യണം, അവർക്കൊക്കെ പ്രമോഷൻസ് കൊടുക്കണം, ഡിമോഷൻസ് കൊടുക്കണം, ഇതെല്ലാം തന്നെ ഇതിൽ വരുന്നതാണ് സ്റ്റാഫിംഗ് പ്രക്രിയയിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, അപ്പൊ സ്റ്റാഫിംഗ് പ്രക്രിയയിൽ എന്തൊക്കെ വരുന്നുണ്ട്? ഇറ്റ്സ് ഇൻവോൾവ് മാൻ പവർ പ്ലാനിങ്, പിന്നെ എന്താണ് source of recruitment, assessment of applicants, employment decisions, induction and orientations. Then induction and orientation ഉദ്ദേശിക്കുന്നത് new employees കൊടുക്കുന്ന training programs ആണ് ട്ടോ. Then transfers, promotions and demotions. ഇതൊക്കെ ഓരോന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് അടുത്ത ഭാഗങ്ങളിൽ പഠിക്കും. എന്താണ് ഡിമോഷൻ, എന്താണ് ട്രാൻസ്ഫർ, എന്താണ് പ്രൊമോഷൻസ് എന്നൊക്കെ. സ്റ്റാഫിംഗ് പ്രോസസ്സിൽ വരുന്നത് ഇത്രയും കാര്യങ്ങളാണ്. ഇനി അടുത്തത് പെർഫോമൻസ് അപ്രീഷ്യൽ പ്രോസസ്. Performance appraisal process എന്താണ്? Related with constant evaluation of the employees' work so that when necessary promotion, pay raises, transfers, training, etc. may be given. Performance appraisal process എന്ന് പറയുന്നത് എന്താണ്? അവിടുത്തെ വർക്കേഴ്സിന്, ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന്റെ പെർഫോമൻസ് അനുസരിച്ചിട്ട് അവർക്ക് എന്താണ് അവരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്തതിനു ശേഷം അവർക്ക് ആവശ്യമായിട്ടുള്ള കോമ്പൻസേഷൻസ് അല്ലെങ്കിൽ പ്രമോഷൻസ് അല്ലെങ്കിൽ ചിലപ്പോൾ സാലറി വേജസ് കൂട്ടി കൊടുക്കുന്നത്. ഇനി മറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്താണ്? കുറച്ചും കൂടി അവരുടെ എന്താണ് ഹെഡ് ഓഫീസിലേക്ക് അങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങളിലേക്ക് എന്താണ് അവർ ട്രാൻസ്ഫർ ചെയ്യും. ഇനി അത് മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് എന്തിൽ വരുന്നത്? പെർഫോമൻസ് അപ്രീഷ്യൽ. അതായത് പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് അവിടെ അപ്രീഷ്യൽസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് ആ പുതിയ തരത്തിലുള്ള പ്രമോഷൻസും കോമ്പൻസേഷൻസും റിവാർഡ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ,
അപ്പൊ മേജർ പേഴ്സണൽ മാനേജ്മെന്റ് പ്രോസസ്സിലെ മറ്റൊരു പ്രോസസ് ആണ് എന്ത് പെർഫോമൻസ് അപ്രീഷ്യൽ പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായി ഇവിടെ വരെ പറഞ്ഞത്? നിർത്താതെ പറഞ്ഞുകൊണ്ടിരുന്ന വേറെ ഒന്നുമല്ല, കുറെ പ്രാവശ്യം ചോദിച്ചു മനസ്സിലായെന്ന് വെച്ചാൽ ആരും ഉണ്ടത്തില്ല. അതുകൊണ്ടാണ് ടാസ്ക് സ്പെസിഫിക്കേഷൻ തുടങ്ങി ഞാൻ എടുത്തു തുടങ്ങിയത്. മനസ്സിലായില്ലെങ്കിൽ ഇല്ലെന്ന് നിങ്ങൾ പറയണം, എന്നാലും എനിക്കത് അറിയാൻ പറ്റുള്ളൂ. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോസസ്. അടുത്ത പ്രോസസ് ആണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോസസ്. Blend of many sub-processes which intend to correct the quality of work of the individual. Training and development process. എന്തിനു വേണ്ടിയിട്ടാണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോസസ് കൊടുക്കുന്നത്? വർക്കിന്റെ ക്വാളിറ്റി കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി, ഓരോ ഇൻഡിവിജ്വൽസിന്റെ വർക്ക് ക്വാളിറ്റി ബെറ്റർ ആക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾക്ക് ആവശ്യാനുസരണം അവർക്ക് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോസസ്സിലൂടെ അവരെ കടത്തിക്കൊണ്ട് പോകുന്നത്. അതായത് ഇതെല്ലാം തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? ഓർഗനൈസേഷൻ അച്ചീവ്മെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ പേഴ്സണൽസിന് അല്ലെങ്കിൽ സ്റ്റാഫുകൾക്ക് കൃത്യമായിട്ടുള്ള രീതിയിൽ ഡെവലപ്മെന്റ് പ്രോസസ് അല്ലെങ്കിൽ ട്രെയിനിങ് പ്രോസസ്സുകൾ കൊടുക്കുന്നത്. ഓക്കെ, അതായത് വർക്കിന്റെ ക്വാളിറ്റി കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അവർക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ കൊടുക്കുന്നത്. ഓക്കെ, then compensation and reward process. Compensation and reward process. ഇതൊരു മോട്ടിവേഷനുമായി ബന്ധപ്പെട്ടാണ് അല്ലെ. Determine the mechanism and form for giving financial and non-financial rewards. Compensation reward process എന്തിന്റെ ഭാഗമായിട്ടാണ്? മോട്ടിവേറ്റഡ് ആക്കിയുള്ള കമ്പനിയിൽ അവരെ തുടർന്ന് നിർത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവരെ ഹോൾഡ് ചെയ്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോമ്പൻസേഷൻസ് റിവാർഡ്സുകൾക്ക് കൊടുക്കുന്നത്. പ്രധാനമായിട്ടും എങ്ങനെയുള്ള റിവാർഡ് പ്രോസസ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഗിവിംഗ് ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ റിവാർഡ്സ്. അതായത് ധനപരമായിട്ടും ധനേതരപരമായിട്ടുള്ള രീതിയിലുള്ള റിവാർഡുകൾ. ഇതെല്ലാം തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് ലാസ്റ്റ് ഭാഗങ്ങളിൽ പഠിക്കാനുണ്ട് കേട്ടോ, അതാണ് ഇപ്പൊ പറയാത്തത്. ഓക്കെ, അപ്പൊ അത്തരം റിവാർഡ്സുകൾ കൊടുക്കുന്നത് വഴി എന്താണ് അവർ കൂടുതൽ മോട്ടിവേറ്റഡ് ആയിരിക്കും. അവിടുത്തെ ഓർഗനൈസേഷന്റെ അച്ചീവ്മെന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ഗോൾസ് ആ ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ നല്ല രീതിയിലുള്ള ഹോൾഡ് ചെയ്ത് നിന്നുകൊണ്ട് തന്നെ അവർ പ്രവർത്തിക്കുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് കോമ്പൻസേഷൻ റിവാർഡ് പ്രോസസ്സിലൂടെ സ്റ്റാഫുകൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി കളക്റ്റീവ് ബാർഗൈനിങ് പ്രോസസ്. വാട്ട് ഈസ് കളക്റ്റീവ് ബാർഗൈനിങ്? കൂട്ടായിട്ടുള്ള ഒരു വിലപേശൽ. എന്തുമായി ബന്ധപ്പെട്ടിട്ടാണ് കൂട്ടായ വിലപേശുന്നത്? Process that decide the relationship between the union and the employer regarding wages, benefit, hours and working condition, etc. അതായത് അവർ കൂട്ടായിട്ട് ഒരുമിച്ച് തൊഴിലാളികൾ ഒരുമിച്ച് നിന്നുകൊണ്ട് വിലപേശുന്നതിനാണ് നമ്മൾ കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറയുന്നത്. അതായത് പല കാരണങ്ങൾ കൊണ്ടാണ് അവർ അത്തരം ഒരു പ്രോസസ്സിലേക്ക് എത്തുന്നത്. കാരണം എന്തൊക്കെയാണ്? ഇവിടെ പ്രധാനമായിട്ടും ഈ ഇത്തരം കളക്റ്റീവ് ബാർഗൈനിങ് സിറ്റുവേഷൻ വരുമ്പോൾ എംപ്ലോയീസും അല്ലെങ്കിൽ യൂണിയൻസ് ഒക്കെ തമ്മിൽ ഒരുമിച്ച് നിന്നായിരുന്നു ഇവർ പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തിന്റെയൊക്കെ പേരിലാണ് ഇവർ കളക്റ്റീവ് ബാർഗൈനിങ് നടത്തുന്നത്? ഒന്ന് എംപ്ലോയർ റിഗാർഡിംഗ് വേജസ് അല്ലെ, വേജസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ട ബെനഫിറ്റ്സുകളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വർക്കിംഗ് അവേഴ്സ് ചിലപ്പോൾ കൂടുതലായിരിക്കും, അപ്പൊ അവർക്ക് കുറച്ച് തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ വർക്കിംഗ് കണ്ടീഷൻസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതികളോ എന്തെങ്കിലും കുറവുകളോ വരുന്ന സമയത്താണ് ഇത്തരത്തില് കൂട്ടായിട്ടുള്ള ഒരു വിലപേശല് സ്റ്റാഫുകളുടെ ഇടയിൽ നിന്ന് ഉണ്ടാകുന്നത്. ഓക്കെ, യെസ്. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് എന്താണ്? These are the major personal management process in an organization. ഒരു പേഴ്സണൽ മാനേജ്മെന്റ് പ്രോസസ്സിൽ പ്രധാനമായിട്ട് ഒരു ഓർഗനൈസേഷനിൽ ഇത്തരം കാര്യങ്ങളിലൂടെയാണ് പേഴ്സണൽ മാനേജ്മെന്റ് കടന്നു പോകുന്നത്. ഏതൊക്കെ പ്രോസസ്സിലൂടെയാണ് കിടക്കുന്നത്? ഒന്ന് ലീഡർഷിപ്പ് പ്രോസസ്സുകൾ, അതായത് ഇൻഡിവിജ്വൽ ആയിട്ടും ഗ്രൂപ്പിലുള്ള സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ലീഡർഷിപ്പ് സ്ഥാനം കൊടുത്തുകൊണ്ട് അവരെ കുറച്ചുകൂടി എന്താണ് ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യുന്ന തരത്തിൽ അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയാണ് എന്താ ലീഡർഷിപ്പ് അഥവാ നേതൃത്വ സ്ഥാനം കൊടുക്കുക എന്ന് പറയുന്നത്. ഓക്കെ, then just determination process എന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്വൽ ട്രീറ്റ്മെന്റ്, ഓൾ ആൻഡ് ഫെയർ കോമ്പൻസേഷൻ ഫോർ ദി വർക്ക്. അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ എന്താണ്? എല്ലാവർക്കും തുല്യ പരിഗണനയും അതോടൊപ്പം തന്നെ എന്താണ്? തുല്യമായിട്ടുള്ള ഒരു പ്രതിഫലം കൊടുക്കുന്ന രീതിയിലായിരിക്കണം ആ ഒരു പ്രോസസ്സ് കടന്നു പോകുന്നത്. എന്താണ് ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. പിന്നെ ടാസ്ക് സ്പെഷ്യലൈസേഷൻ പ്രോസസ്. കൺസിസ്റ്റന്റ് ഡിവിഷൻ ഓഫ് ദ ടോട്ടൽ ടാസ്ക് ഇൻ ടു ഇൻഡിവിജ്വൽ ടാസ്ക്. അതായത് നമ്മുടെ മൊത്തം ടാസ്കിനെ എന്താണ് വ്യക്തിഗത ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള ടാസ്കുകളായിട്ട് നമ്മൾ വിഭജിച്ചു കൊടുക്കുന്നതിനെയാണ് ടാസ്ക് സ്പെഷ്യലൈസേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ,
സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു പ്രക്രിയയാണ്. സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അതിൽ വരുന്നത്? മാൻ പവർ പ്ലാനിംഗ് വരുന്നുണ്ട്. ഏത് റിക്രൂട്ട്മെന്റ് പ്രോസസ്സിലൂടെയാണ് ആൾക്കാരെ തെരഞ്ഞെടുക്കുന്നത്? ദെൻ അസസ്മെന്റ് ഓഫ് ആപ്ലിക്കൻസ്, വന്നിരിക്കുന്ന ആപ്ലിക്കൻസിനെ കൃത്യമായി അസസ് ചെയ്യുന്നത്. ദെൻ എംപ്ലോയ്മെന്റിന്റെ ഡിസിഷൻസ്, ഇൻഡക്ഷൻ ആൻഡ് ഓറിയന്റേഷൻ പ്രോഗ്രാംസ്, ട്രാൻസ്ഫേഴ്സ്, പ്രമോഷൻസ് ആൻഡ് ഡിമോഷൻസ്, ഇതെല്ലാമാണ് ഇന്ന് സ്റ്റാഫിംഗ് പ്രക്രിയയിൽ ഉൾപ്പെടുന്നത്. ഓക്കെ. ദെൻ പെർഫോമൻസ് അപ്രീഷ്യൽ പ്രോസസ്, അത് എന്തുമായി റിലേറ്റ് ചെയ്ത് വരുന്നത്? എംപ്ലോയീസിന്റെ പെർഫോമൻസുമായി ബന്ധപ്പെട്ടിട്ടാണ് അവർക്ക് പെർഫോമൻസ് അപ്രീഷ്യൽ കൊടുക്കുന്നത്. അത് എങ്ങനെയാണ് കൊടുക്കുന്നത്? പ്രമോഷൻ ആയിട്ടായിരിക്കാം, പേ റൈസസ് ആയിട്ടായിരിക്കാം, ട്രാൻസ്ഫർ ആയിട്ടായിരിക്കാം, ഏതെങ്കിലും സിറ്റുവേഷൻസിൽ ആ ഒരു രീതിയിലായിരിക്കും അവർക്ക് പെർഫോമൻസിന് അനുസരിച്ചിട്ടുള്ള കോമ്പൻസേഷൻസ് അല്ലെങ്കിൽ റിവാർഡുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ എന്താണ്? ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോസസ്, വർക്കിന്റെ ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പേഴ്സണൽസിന് വരുന്ന സ്റ്റാഫുകൾക്ക് കൃത്യമായ രീതിയിലുള്ള ഡെവലപ്മെന്റ് പ്രോഗ്രാംസ്, ട്രെയിനിങ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. കോമ്പൻസേഷൻ ആൻഡ് റിവാർഡ് പ്രോസസ് എന്താണ്? ഇതൊരു ഡിറ്റർമിൻഡ് മെക്കാനിസം ആൻഡ് ഫോം ഓഫ് ഗിവിംഗ് ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ റിവാർഡ്സ്. മോട്ടിവേഷൻസിന്റെ ഭാഗമായിട്ടാണ് കോമ്പൻസേഷൻസും റിവാർഡുകളും പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. നോൺ ഫിനാൻഷ്യൽ, ഫിനാൻഷ്യൽ ആയിട്ടുള്ള എല്ലാത്തരം റിവാർഡ്സുകളും കൊടുത്തുകൊണ്ട് എംപ്ലോയീസിനെ അവിടെ ഹോൾഡ് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് അവിടെ ഈ ഒരു പ്രോസസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ കളക്റ്റീവ് ബാർഗൈനിങ്, കൂട്ടായിട്ടുള്ള വിലപേശുകൾ പല സിറ്റുവേഷൻസ് ബേസ്ഡ് ആയിട്ടാണ് അല്ലെ. പ്രത്യേകിച്ച് അത് ആരൊക്കെ തമ്മിലാണ്? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ യൂണിയൻ ആൻഡ് ദ എംപ്ലോയേഴ്സ് തമ്മിൽ. പ്രത്യേകിച്ച് വേജസുമായി ബന്ധപ്പെട്ട്, ബെനഫിറ്റ്സുകളുമായിട്ട്, അല്ലെങ്കിൽ വർക്കിംഗ് അവേഴ്സും അല്ലെങ്കിൽ വർക്കിംഗ് കണ്ടീഷൻസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള പരാതികളോ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസിലൊക്കെയാണ് കളക്റ്റീവ് ബാർഗൈനിങ് എന്ന പ്രോസസ്സ് നടക്കുന്നത്. ഓക്കെ, ഇത് പെട്ടെന്ന് വായിച്ചു നോക്കിയേ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോ കേട്ടോ. മനസ്സിലായോ? ഇതിൽ സംശയമുണ്ടോ? ടേബിള് സിമ്പിൾ അല്ലേടോ പഠിക്കാനായിട്ട്, അതൊന്ന് നോക്കിയാൽ മതി. ഏതൊക്കെ റോൾസ്, ഏതൊക്കെ ആരൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നതാണ്. ഇതിൽ ചോദിക്കുന്ന ഇത്രേ ഉള്ളൂ. വെൽഫെയർ റോൾസിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന എന്തൊക്കെയാണെന്ന് ചോദിച്ചു ചോദിക്കും. പേഴ്സണൽ റോൾസിൽ ഏതൊക്കെയാണ് വരുന്നത്, ക്ലറിക്കൽ റോൾസിൽ ഏതൊക്കെയാണ്, അങ്ങനെ ആയിരിക്കും ഇതിൽ ക്വസ്റ്റ്യൻ വരുന്നത്. നിങ്ങൾക്ക് എളുപ്പമായിരിക്കുള്ളൂ കേട്ടോ. ഇനി പേഴ്സണൽ പോളിസി എന്താണെന്നാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. പേഴ്സണൽ പോളിസി. A personal policy is a pre-planned course of action that establishes a guide to work toward acceptable outcomes and objectives. Personal policies are the rules that control how to deal with the human resources or personal related situation. എന്താ പറയുന്നത്? എന്താണ് പേഴ്സണൽ പോളിസിയുടെ ഡെഫിനേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. What is personal policy? It's a pre-planned course of action ആണ് അല്ലെ. ഇതൊരു പ്രീ പ്ലാൻഡ് കോഴ്സ് ഓഫ് ആക്ഷൻ ആണ്. ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? That establishes a guide to work toward acceptable outcomes and objectives. ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പേഴ്സണൽ പോളിസിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ്? ആരെ ഗൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പേഴ്സണൽ പോളിസി തയ്യാറാക്കിയിരിക്കുന്നത്? സ്റ്റാഫുകളെ കൺട്രോൾ അല്ലെ, പ്രത്യേകിച്ച് ഹ്യൂമൻ റിസോഴ്സസിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്താ പേഴ്സണൽ പോളിസീസ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത് അല്ലെ. അതൊരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള
പോളിസിയാണ് അല്ലെ. കൃത്യമായിട്ടുള്ള ഒബ്ജക്റ്റീവ്സും ഔട്ട്കംസും രേഖപ്പെടുത്തിയിട്ടാണ് അത് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സുകൾ മാത്രമായിരിക്കും പേഴ്സണൽ പോളിസി. അതായത് എല്ലാ ഹ്യൂമൻ റിസോഴ്സും എല്ലാ സ്റ്റാഫുകൾക്കും ഒരേപോലെ അനുയോജ്യമാകുന്ന രീതിയിൽ അക്സെപ്റ്റബിൾ ആവുന്ന രീതിയിലാണ് അത് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത്. ഇതെല്ലാം തന്നെ എന്താണ്, പോളിസീസ് ആണ്. പോളിസീസ് എന്ന് വെച്ചാൽ എന്താണ്, റൂളുകൾ അല്ലെ. Personal policies are the rules that control how to deal with the human resources. നമുക്ക് എങ്ങനെ ഹ്യൂമൻ റിസോഴ്സസിനെ ഡീല് ചെയ്യാം, പ്രത്യേകിച്ച് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസിനൊക്കെ എങ്ങനെ ഡീല് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കുറച്ച് റൂൾസ് ആണ് എന്ത്, പേഴ്സണൽ പോളിസീസ് എന്ന് പറയുന്നത്. ഓക്കെ, പേഴ്സണൽ പോളിസീസ് ആർ ദ റൂൾസ് ദാറ്റ് കൺട്രോൾ ഹൗ ടു ഡീൽ വിത്ത് ദ ഹ്യൂമൻ റിസോഴ്സസ് ഫോർ എ പേഴ്സൺ റിലേറ്റഡ് സിറ്റുവേഷൻ. ഓക്കെ, മനസ്സിലായോ എന്താണ് പേഴ്സണൽ പോളിസി എന്ന് പറയുന്നത്? ഒരു മനുഷ്യ വിഭവശേഷി എങ്ങനെ കൈകാര്യം ചെയ്യണം, ഏതൊക്കെ സിറ്റുവേഷൻസിൽ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സെറ്റ് ഓഫ് റൂൾസ് ആണ് പേഴ്സണൽ പോളിസീസ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? The following advantages are achieved by setting up personal policies. ഇനി ഈ പേഴ്സണൽ പോളിസീസുമായി ബന്ധപ്പെട്ട കുറച്ച് അഡ്വാൻറ്റേജസ് ഇവിടെ പറയുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. They help managers at a അതായത് പേഴ്സണൽ പോളിസി രൂപീകരിച്ചത് കൊണ്ടുള്ളതിന്റെ അഡ്വാൻറ്റേജസ്, ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? They help managers at different level of decision making to take decision without consulting their superiors. They ensure long-term welfare of employees and makes for a good employer-employee relationships as favoritism and discrimination are lessened. Okay, so first advantage എന്ന് പറയുന്നത് എന്താണ്? They help managers at a different level of decision making to take decision without consulting their superiors. എന്താ പറയുന്നത്? ആരുടെ തീരുമാനത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ഡിഫറെന്റ് ലെവൽ ഓഫ് ഡിസിഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് ആരുടെ നേതൃത്വ സ്ഥാനം ആവശ്യമായിട്ട് വരുന്നില്ല. ആരുടെ പേഴ്സണൽ പോളിസി എന്ന് പറഞ്ഞാൽ എന്താണ്? പേഴ്സൺസിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് റൂൾസ് ആണ്. ആ റൂൾസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആരെയൊക്കെ മാനേജ് ചെയ്യേണ്ടി വരുന്നില്ല, ആരുടെ ഡിസിഷൻസ് ഒക്കെ എടുക്കേണ്ടി വരുന്നില്ല. പ്രത്യേകിച്ച് മാനേജേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഡിഫറെന്റ് ലെവൽസിൽ ഡിസിഷൻസ് എടുക്കുന്ന സമയത്ത് സുപ്പീരിയേഴ്സുമായിട്ടുള്ള അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥരുമായിട്ടുള്ള തീരുമാനങ്ങൾ അവിടെ എടുക്കേണ്ടി അവർക്ക് വരുന്നില്ല. ഓൾറെഡി എന്താണ്, ഈ സെറ്റ് ചെയ്ത റൂൾസിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇവരവിടെ അവിടെ മാനേജ് ചെയ്തു പോകുന്നതിനാൽ തന്നെ എന്താണ്, ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് സുപ്പീരിയേഴ്സിന്റെ തീരുമാനങ്ങൾ ചോദിക്കേണ്ട കാര്യം അവിടെ മാനേജേഴ്സിന് വരുന്നില്ല. ഓക്കെ, ഓൾറെഡി പേഴ്സണൽ പോളിസിയുടെ റൂൾസുകൾ അനുസരിച്ച് തന്നെ എന്താണ്, മാനേജേഴ്സിന് ഓരോ ലെവൽസ് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അത് തന്നെയാണ് അതിന്റെ ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സെക്കൻഡ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? They ensure long-term welfare of employees and makes for a good employer-employee relationships. ഈ പേഴ്സണൽ പോളിസീസ് ഉള്ളത് കൊണ്ട് തന്നെ എന്താണ്, എല്ലാ തൊഴിലാളികളെയും ക്ഷേമം നിലനിർത്താനും പ്രത്യേകിച്ച് എംപ്ലോയറും എംപ്ലോയീസും തമ്മിലുള്ള റിലേഷൻഷിപ്സും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ, ഒരു ഫേവറിറ്റിസമോ അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻസോ ഒന്നും ഇല്ലാതെ തന്നെ ഇതൊക്കെ കുറയ്ക്കാനായിട്ട് എന്തുമൂലം സഹായിക്കുന്നു? ഈ പേഴ്സണൽ പോളിസികൾ തയ്യാറാക്കിയിരിക്കുന്നത് മൂലം അത്തരത്തിലുള്ള എന്താണ്, പ്രത്യേകിച്ച് എന്തെങ്കിലും വിവേചനപരമായിട്ടോ അല്ലെങ്കിൽ ഫേവറിറ്റിസം പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. ഓക്കെ, മനസ്സിലായോ? അതായത് ഒരു തൊഴിലാളിയും തൊഴിലുടമയും തമ്മിൽ നല്ല റിലേഷൻഷിപ്സ് കൊണ്ടുപോകാനായിട്ട് ഒരു ഫേവറിറ്റിസോ ഡിസ്ക്രിമിനേഷനോ ഒന്നും ഇല്ലാതെ തന്നെ കൊണ്ടുപോകാനായിട്ട് പേഴ്സണൽ പോളിസീസ് ഉണ്ട് അല്ലെങ്കിൽ പേഴ്സണൽ റൂൾസ് കൊണ്ട് നമുക്കത് സഹായകമാണ്. ഓക്കെ, സെക്കൻഡ് അഡ്വാൻറ്റേജ് മനസ്സിലായോ? ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ പേഴ്സണൽ പോളിസി എന്ന് പറയുന്നത് എന്താണ്? പേഴ്സണൽ പോളിസീസ് എന്ന് പറയുന്നത് എന്താണ്? ചുരുക്കി പറഞ്ഞാല് നമ്മള് പറയൂ.
Okay, set of rules. Personal policies are the rules that control how to deal with human resources. Okay. ഇതിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? എന്തൊക്കെയാണ് ഇതിന്റെ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്? ഏറ്റവും കൂടുതൽ മാനേജേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, എല്ലാ ലെവൽസിലുള്ള ഡിസിഷൻസ് എടുക്കുന്ന സമയത്ത് മേലുദ്യോഗസ്ഥരുടെ ഒപ്പീനിയൻസ് അവരുടെ തീരുമാനം എടുക്കേണ്ട സിറ്റുവേഷൻസ് അവർക്ക് വരുന്നില്ല. അതേപോലെ തന്നെ എന്താണ്, എംപ്ലോയീസും തമ്മിൽ എന്താണ്, തൊഴിലാളിയും തൊഴിലുടമയും തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകാനായിട്ടും ഒരു ഫേവറേറ്റ്സോ ഡിസ്ക്രിമിനേഷൻസോ ഒന്നും ഇല്ലാതെ തന്നെ അതൊക്കെ കുറച്ചുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പേഴ്സണൽ പോളിസീസ് മൂലം സഹായിക്കും. ഓക്കെ, ഇനി ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? പേഴ്സണൽ പോളിസിയുടെ ഒബ്ജക്റ്റീവ്സ്: സെക്യൂരിറ്റി ഓഫ് എംപ്ലോയ്മെന്റ്, പേയ്മെന്റ് ഓഫ് ഫെയർ വേജസ് എന്നാണ് കേട്ടോ, ഫെയർ വേജസ്, പേയ്മെന്റ് ഓഫ് ഫെയർ വേജസ്, sound industrial relations, training of everyone, optimum use of human resources, respecting human dignity. ഓക്കെ, ഒബ്ജക്റ്റീവ്സിൽ ഫസ്റ്റ് നമുക്ക് നോക്കാം എന്താണ് പേഴ്സണൽ പോളിസിയുടെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്യൂരിറ്റി ഓഫ് എംപ്ലോയ്മെന്റ്. എന്താണ്? എല്ലാ എംപ്ലോയീസിനും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക, അല്ലെ? സെക്യൂരിറ്റി ഓഫ് എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക. Then payment of fair wages. Payment of fair wages എന്താണ്? Fair wages ഒരു മിനിമം വേജസ് അല്ലെങ്കിൽ റീസണബിൾ ആയിട്ടുള്ള ഒരു വേജസ് ആയിരിക്കണം തൊഴിലാളികൾക്ക് നമ്മൾ കൊടുക്കേണ്ടത്, അല്ലെ? ഓക്കെ, അത് പേഴ്സണൽ പോളിസിയിൽ എഴുതി വെച്ചിട്ടുള്ള ഏറ്റവും വലിയ റൂൾസിലൊന്ന് തന്നെയാണ് അവർക്ക്. അതായത് തുല്യ ജോലിക്ക് നമ്മൾ തുല്യമായിട്ടുള്ള ഒരു വേതനം കൊടുക്കുക എന്നതുപോലെ തന്നെ എന്താണ്, മിനിമം വേജസ് കൊടുക്കുക, അല്ലെങ്കിൽ എന്താണ് അവർക്ക് റീസണബിൾ ആയിട്ടുള്ള ഒരു വേജസ് ആയിരിക്കും അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, മനസ്സിലായോ? പേയ്മെന്റ് ഓഫ് ഫെയർ വേജസ് എന്താണെന്ന് ഇവിടെ എഴുതി വെച്ചുള്ള മിനിമം വേജസ് അല്ലെങ്കിൽ റീസണബിൾ വേജസ് കൊടുക്കുക എന്നുള്ളതാണ് അവിടുത്തെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി സൗണ്ട് ഇൻഡസ്ട്രിയൽ റിലേഷൻസ്. എന്താണ് സൗണ്ട് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് എന്ന് പറയുന്നത്? സൗണ്ട് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ വരുന്നത്? ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ഇവിടെ അവരുടെ പെർഫോമൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതായത് സൗണ്ട് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് എന്ന് പറയുന്നത് എന്താണ്? അതായത് മാക്സിമം പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊടുക്കും? മാക്സിമം പ്രൊഡക്ടിവിറ്റി കമ്പനിക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? മാക്സിമം നല്ല രീതിയിൽ അവർക്ക് റിവാർഡ്സുകൾ അല്ലെങ്കിൽ കോമ്പൻസേഷൻസ്, മോട്ടിവേഷൻസ് അല്ലെങ്കിൽ ഇഫക്റ്റീവ് ആയിട്ട് അലോക്കേഷൻസ് ഒക്കെ കൊടുത്തുകൊണ്ട് ആ ഒരു എംപ്ലോയീസിന്റെ അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ നമ്മൾ നിലനിർത്തുന്നതിനെയാണ് എന്ന് പറയുന്നത് സൗണ്ട് ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ പ്രധാനമായിട്ട് മോട്ടിവേഷൻസുമായി ബന്ധപ്പെട്ടതാണ്. അല്ലെങ്കിൽ കമ്പനിയുടെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ്, അല്ലെങ്കിൽ കമ്പനിക്ക് മാക്സിമം പ്രൊഡക്റ്റീവ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നു? അവിടെ വേജസ് എംപ്ലോയീസിന് നമ്മൾ എന്തൊക്കെ കൊടുക്കുന്നുണ്ട്? മോട്ടിവേഷൻസ് അല്ലെങ്കിൽ എഫക്റ്റീവ് ആയിട്ട് അലോക്കേഷൻസ് ഒക്കെ കൊടുത്തുകൊണ്ട് അവരെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് സൗണ്ട് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. Then training of everyone. എല്ലാ എംപ്ലോയീസിനും എന്താണ് കൃത്യമായിട്ടുള്ള പരിശീലനം കൊടുക്കുന്നത്. Then optimum use of human resources. എന്താണ് ഒപ്റ്റിമം യൂസ് എന്ന് പറയുന്നത്? ഒപ്റ്റിമം യൂസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? ഹ്യൂമൻ റിസോഴ്സിനെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഏത് രീതിയിലായിരിക്കണം? മിനിമം രീതിയിൽ അല്ലെ, മാക്സിമം രീതിയിൽ അല്ലെങ്കിൽ മിനിമം രീതിയിൽ നമുക്ക് യൂസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം അവിടുത്തെ പേഴ്സണൽ റോളുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ജോബ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, ടാസ്കുകൾ വിഭജിച്ച് കൊടുക്കുന്ന രീതിയിൽ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള രീതിയിലായിരിക്കണം അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, then respecting human dignity. എന്താണ് ഹ്യൂമൻ ഡിഗ്നിറ്റി? എന്താ റെസ്പെക്ടിങ് ഹ്യൂമൻ ഡിഗ്നിറ്റി?
എന്താണ് മാനുഷിക അന്തസ്സിനെ ബഹുമാനിക്കാൻ ഡിഗ്നിറ്റി കളയുന്ന രീതിയിലായിരിക്കരുത് ഒരു എംപ്ലോയീസിനോട് നമ്മൾ പെരുമാറേണ്ടത്. പ്രത്യേകിച്ച് എന്താണ്, അതായത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നമ്മുടെ എംപ്ലോയീസും എംപ്ലോയേഴ്സും തമ്മിലുള്ള ആ റിലേഷൻഷിപ്സിൽ നല്ല രീതിയിലുള്ള അന്തസ് അല്ലെങ്കിൽ എന്താണ് ആ അന്തസ്സിനെ ബഹുമാനിക്കുന്ന രീതിയിലായിരിക്കണം ഓർഗനൈസേഷനിലെ എംപ്ലോയീസിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരം രീതിയിലായിരിക്കുള്ളൂ പേഴ്സണൽ പോളിസിയുടെ ഒബ്ജക്റ്റീവ്സിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണ് അതിൽ വരുന്നത്? സെക്യൂരിറ്റി ഓഫ് എംപ്ലോയ്മെന്റ്, എല്ലാ എംപ്ലോയീസിന്റെ എന്താണ് സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നത്. അതുപോലെ തന്നെ എന്താണ് പേയ്മെന്റ് ഓഫ് ഫെയർ വേജസ്, അതായത് അപ്പൊ ഒരു മിനിമം റീസണബിൾ ആയിട്ടുള്ള വേജസ് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ സൗണ്ട് ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് മാക്സിമം പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് എംപ്ലോയീസിനെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് കൂടുതൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന രീതിയിലാക്കി മാറ്റുക. എല്ലാവർക്കും കൃത്യമായിട്ടുള്ള രീതിയിലുള്ള ട്രെയിനിങ് കൊടുക്കുക. ഹ്യൂമൻ റിസോഴ്സിന് മാക്സിമം രീതിയിൽ മിനിമം രീതിയിൽ ഉപയോഗിക്കുന്ന രീതിയിൽ എല്ലാ രീതിയിലും, അതായത് അവർക്ക് ജോബ്സ് ആണെങ്കിലും ടാസ്കുകളാണെങ്കിലും എല്ലാവർക്കും ഒരേപോലെ രീതിയിൽ വിധിച്ചു കൊടുക്കുന്ന രീതിയിൽ അവരെ യൂസ് ചെയ്യുക. പിന്നെ അവരുടെ ഹ്യൂമൻ ഡിഗ്നിറ്റിയെ മാനിക്കുന്ന രീതിയിലായിരിക്കണം, അതിനെ റെസ്പെക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം പേഴ്സണൽ പോളിസീസുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് മാനുഷിക അന്തസ്സിനെ നമ്മൾ ബഹുമാനിക്കണം. ഓക്കെ, നമ്മൾ ആദ്യം പഠിച്ചു ഓർക്കണല്ലേ, നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നമ്മളെ ഒരു ഹ്യൂമൻ ബീങ് ആയിട്ട് ട്രീറ്റ് ചെയ്യണമെന്ന്, ഒരു മനുഷ്യനായിട്ട് പരിഗണിക്കണം എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കണം ഈ റൂൾസ് ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ ഒബ്ജക്റ്റീവ്സ്? ഒബ്ജക്റ്റീവ്സ് ക്ലിയർ ആണോ? ഒബ്ജക്റ്റീവ്സിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ക്ലിയർ ആണോ ഒബ്ജക്റ്റീവ്സ്? നിങ്ങൾ എന്തെങ്കിലും ഒന്നും പറയുന്നില്ലേ? ഒബ്ജക്റ്റീവ്സ് ആണ് പഠിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിലെ പ്രിൻസിപ്പിൾസ് ആണ്, പേഴ്സണൽ പോളിസിയുടെ പ്രിൻസിപ്പിൾസ് ആണ്. അതൊന്ന് നോക്കിയിട്ട് പോരാട്ടോ. ഓക്കെ, താങ്ക് യു.